hello and welcome back to my channel Sony. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ നാളായിട്ട് എൻ്റെ ചാനലിൽ വന്ന ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. അതായത് ഒരുപാട് നാളായിട്ട് എൻ്റെ പേഴ്സണലി എന്നെ അറിയാവുന്നവരും എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിലെ ഫ്രണ്ട്സും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഈവൻ എന്നെ ബഡിങ് യൂട്യൂബേഴ്സ് വരെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അതായത് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ ഞാൻ ഇരുന്ന ഫോട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ തമിഴിൽ കാണിച്ചു തരാം. അത്രയ്ക്ക് ചക്കയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോയി കഴിഞ്ഞാലും അമ്മേനെ കോട്ടി വലുത് ഞാനായിരുന്നു. അത്രയ്ക്ക് വണ്ണമായിരുന്നു എനിക്ക്. അപ്പോൾ ആ സൈസിൽ നിന്ന് ഇപ്പം ഞാൻ എക്സാക്ട്ലി സ്ലിം സൈസിലോട്ട്, അതായത് ഞാൻ നേരത്തെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിലോട്ടുള്ള സൈസിലേക്ക് ഞാൻ എങ്ങനെ മാറി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമസ്കാരം, എൻ്റെ പേര് സോണി എന്നാണ്. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പാരന്റിങ് വീഡിയോസും ലൈഫ് സ്റ്റൈലും ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ആലപ്പുഴക്കാരിയാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതുകൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ എന്താ പറയുക ശരീരഘടനയൊക്കെ നന്നായിട്ട് മാറ്റം സംഭവിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുമായിരുന്നു. അതായത് എനിക്ക് ഛർദിലുണ്ടായിരുന്നു, എങ്കിൽ കൂടിയും എനിക്ക് നല്ല വിശപ്പുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഫുഡ് ഒരുപാട് പോലെ ഷേക്ക്, സ്മൂത്തീസ് അങ്ങനെ ഒരുപാട് ഞാൻ കുടിക്കുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് കഴിക്കാൻ. പക്ഷെ എനിക്ക് ഈ ആഹാരം ഉണ്ടാക്കുന്ന മണം എനിക്ക് ഇഷ്ടമല്ല, എങ്കിൽ പോലും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതായത് നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള സാധനങ്ങൾ, നെയ്യ് റോസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ ഉണ്ടായിരിക്കുന്ന എക്സൈറ്റിംഗ് സ്റ്റോറീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അത് ചെയ്യാം. ഇതിൽ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോഴും ഭയങ്കരമായിട്ട് ലെങ്തി ആയി. ഡെലിവറി കഴിഞ്ഞ സമയം തൊട്ട്, നോർമൽ ഡെലിവറി ആയിരുന്നു എന്റെ, ഡെലിവറി കഴിഞ്ഞ സമയം തൊട്ട് പ്രത്യേകം പരിഗണനയാണ്. ഞാൻ എന്റെ ആയിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഞാൻ ഒരു ബ്രേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കറിയാം, പ്രസവിച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴമ്പ് തേക്കല്, അങ്ങനെ കുളിപ്പിക്കല്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ നമ്മള് യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തു. നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഏത് വെള്ളത്തിൽ കുളിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ആഹാര കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് നീണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ, അതായത് ഞാൻ ഒരു ഡിഗ്രീസിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടേ ചോറ് എനിക്ക് അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തോ കഴിക്കുമ്പോൾ എനിക്ക് മധുരം അങ്ങനെ കൂടുതൽ ഷുഗർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും, എനിക്ക് സ്വീറ്റ്സ് ഒക്കെ ഒരുപാട് അങ്ങനത്തെ ഇഷ്ടമല്ല. കഴിക്കും എന്നല്ലാണ്ട് ഒരുപാട് സ്വീറ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കുമ്പോൾ എനിക്കൊരു സ്വീറ്റ്നെസ് ആണ് ഫീൽ വരുന്നത്. പച്ചച്ചോറ് നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് നമ്മൾ വായിട്ട് ചവച്ചു കഴിഞ്ഞാൽ ഒരു മധുരിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചോറ് എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. നേരെ മറിച്ച് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി റൈസ് എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാൻ കുറച്ചാണ് ക്വാണ്ടിറ്റിയിൽ ചോറ് എടുത്ത് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ കഴിക്കത്തേ ഉള്ളായിരുന്നു. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എന്റെ അമ്മയും ആ ചേച്ചിയൊക്കെ എന്നോട് പറഞ്ഞ് ചോറ് കഴിക്കായിരുന്നു. സത്യം ഓണസ്റ്റായിട്ട് പറയാം, എന്റെ അച്ഛനെ പേടിച്ച്, എന്റെ അച്ഛനെ എനിക്ക് പേടിയാണ്. അച്ഛനെ കണ്ണൂർ കാണിക്കുന്നുണ്ട്, പേടിച്ചിട്ട് നമ്മൾ കഴിക്കുന്നല്ലാണ്ട് ഞാൻ ചോറ് കഴിക്കുകയേ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാം, പ്രസവശേഷം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അന്നേരം ഒന്ന് കഴിച്ച് നമ്മൾ കൈ കഴുകി കഴിയുമ്പോൾ അടുത്ത സാധനം കൊണ്ട് വരുന്നത് നമുക്ക്, അതായത് നമ്മളെ കൈയും വായുമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം കൊച്ചുമായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ആ സമയത്ത് തൊട്ടേ നമ്മളൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന് വെച്ച് നമ്മൾ പോഷക ഗുണമുള്ള ആഹാരം കഴിക്കുക തന്നെ വേണം. കാരണം വെച്ചാൽ ആദ്യത്തെ 6 മാസത്തെ നമ്മുടെ പാലിലൂടെയാണ് നമ്മുടെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ചോറെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു എന്താ പറയാ ഒന്നുമില്ല അതിൽ പ്രത്യേകിച്ച്. കുറെ ഹെൽത്ത് കണ്ടന്റ് ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലാണ്ടുള്ള കാര്യങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതോടുകൂടി തന്നെ ഇപ്പം എനിക്ക് മുറിവുണങ്ങാനുള്ള രീതിയിൽ നമുക്ക് എന്താ പുഴമീനൊക്കെ ഇല്ലേ, പുഴമീൻ എനിക്ക് ഇഷ്ടമുള്ള ആളല്ല, ഞാൻ പുഴമീൻ കഴിക്കാറേ ഇല്ല കേട്ടോ. എനിക്ക് എന്തോ അതിന്റെ ചൊവ ഇഷ്ടമല്ല. എങ്കിൽ കൂടിയും ആ സമയത്ത് ഞാൻ പുഴമീൻ കറി, പുഴമീൻ വറുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കുരുമുളകില് എന്താ വറുത്ത് തരുമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ചോറ് നന്നായിട്ട് കുറയ്ക്കുക. ഞാൻ സത്യം പറഞ്ഞത് ഇത്തിരി പോകുന്ന ചോറ്, ഒരു കുഞ്ഞു പാത്രത്തില് ചോറേ കഴിക്കുള്ളായിരുന്നു. അതുമല്ല, ഒരുപാട് വണ്ണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഏജ് തോന്നിക്കും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. എല്ലായിടത്തും നമുക്ക് സ്യൂട്ടബിൾ ആവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് വണ്ണമുള്ള. എങ്കിൽ വണ്ണമുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, വണ്ണം കുറഞ്ഞിരിക്കുന്നത് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ അങ്ങനെ ആ ചോറ് കഴിയാണ് ഞാൻ ആദ്യം തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇഗ്നോർ ചെയ്ത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നോർമൽ ഡെലിവറിക്കാർക്ക് പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ ലേഹ്യം, അരിഷ്ടം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എന്റെ ചേച്ചിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതേപോലെ കുളിപ്പിക്കാനൊക്കെ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് കുളിപ്പിക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. ലേഹ്യം ഉണ്ടായിരുന്നു, അരിഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ലേഹ്യവും അരിഷ്ടവും ഒക്കെ കഴിക്കുമായിരുന്നു.
ഉള്ളി ലേഹ്യം അത് ഇതൊക്കെ. പക്ഷെ ലേഹ്യം കഴിച്ചപ്പോ എന്താ പറ്റിയെന്ന് അറിയോ? അപ്പം എല്ലാരും എന്റെ ചേച്ചി മാത്രമല്ലോ, ബാക്കി കുറെ ഫ്രണ്ട്സ് ഒക്കെ ലേഹ്യം കഴിക്കുമായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട്. ലേഹ്യം കഴിക്കുമ്പോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എനിക്കറിയില്ല അതിൽ എന്താ ഗുണമെന്ന് കേട്ടോ. അപ്പൊ ഗുണം ഉണ്ടായിരിക്കും ചിലപ്പോൾ, അതെനിക്കറിയില്ല. പക്ഷെ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞ് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാല് കുഞ്ഞിന് ഭയങ്കര വയറുവേദനയായിരിക്കും. കൊച്ചിന് ഒരു ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഭയങ്കര എന്താ പറയാ, ആ കുട്ടികൾക്ക് ആ ഒരു സാധനം നമ്മൾ കഴിക്കുന്ന ഈച്ച് ആൻഡ് എവറി ഫുഡ് നമ്മുടെ കൊച്ചിന് നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ ഞാൻ കഴിച്ചത് പുറത്തുനിന്ന് ഞാനൊരു നോൺ വെജ് കഴിച്ചപ്പോഴേക്കും കുഞ്ഞിന് ഇതുപോലെ ഷേവിന് ഇതുപോലെ വയറിളക്കം വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അത് നമ്മൾ ടെൻഷൻ അടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കമായിരുന്നു കുഞ്ഞിന്. അപ്പൊ ഞാൻ കഴിച്ചിരുന്ന ഫുഡിന്റെ ആണ് എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ചിലപ്പം ഇത് കുടലിൽ എന്തോ പ്രശ്നമാണ്, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വരുന്നത്. അപ്പൊ ദൈവമേ ഡിമ്മെന്നായി പോയി നമുക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിച്ച ഫുഡിൽ നിന്ന് വന്ന എന്തെങ്കിലും സംതിങ് പ്രോബ്ലം ആണെന്ന് മനസ്സിലായത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഈച്ച് ആൻഡ് എവറി ഫുഡ് നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് അഫക്ട് ചെയ്യും. കാരണം ആ കുഞ്ഞുങ്ങൾ ആദ്യത്തെ 6 മാസം കഴിക്കുന്നത് നമ്മുടെ പാല് മാത്രമാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പിള്ളേർക്ക് അഫക്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുഴമ്പ് ലേഹ്യമൊന്നും മീൻസ് ലേഹ്യവും അരിഷ്ടവും ഒന്നും ഞാൻ കഴിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും കുഞ്ഞു നോവുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമമില്ലേ, അത് ഭയങ്കര വിഷമാണ്. നമുക്ക് എത്ര തന്നെ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ ആ ഒരു വയറുവേദന കാണാൻ നേരത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ്ലി പറഞ്ഞു എനിക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല, ഞാൻ കഴിച്ചുമില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു സാരി അങ്ങനെ കൂടുതലും കൊഴുപ്പൊക്കെ അടങ്ങിയതാണ് ഈ എന്താ പറയാ ലേഹ്യം എന്നൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് നമ്മുടെ കവിളൊക്കെ വന്ന് ഈ പരുവവും നമ്മൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പരുവായിരുന്നു, കഷ്ടപ്പെട്ടാണ് കുറച്ചത്. അതുപോലെ തന്നെ നമ്മൾ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യും. ഇപ്പൊ കുട്ടികൾ 6 മാസം വരെ നന്നായിട്ട് പാല് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കുക. ഞാൻ ഒരുപാട് വെള്ളം കുടിക്കത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ എന്റെ അമ്മ 2 ബോട്ടിലായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് പറയുന്നത് ഉച്ചയാകുമ്പോൾ തീർത്തേക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞു പോകും. ഞാൻ അത് കുടിക്കത്തില്ല. ഞാൻ അമ്മ പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് ഞാൻ കുടിച്ചില്ലെന്ന് അറിയുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു. 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അതായത് ഓടിച്ചാടി നടക്കണം എന്നല്ല പറഞ്ഞത്, ഇത് 2 സ്റ്റെപ്പൊക്കെ നടക്കണം. എപ്പോഴെപ്പോഴും നടക്കണം. അത് കൂടുതലും നല്ലതാണ് നമ്മുടെ ദഹനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കിടക്കാണ്ട് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യണം. ഈ 3 മാസം കഴിഞ്ഞപ്പോ തൊട്ടാണ് ഞാൻ ഈ ആദ്യത്തെ 3 മാസം വരെ ഞാൻ ഒരുപാട് അങ്ങോട്ട് കെയർ ചെയ്തില്ലെങ്കിലും കൂടി, അതായത് ഞാൻ ആ വണ്ണം കുറയ്ക്കുന്നതിന്റെ കാര്യത്തിൽ ഒരുപാട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എങ്കിൽ കൂടിയും 3 മാസം കഴിഞ്ഞപ്പോ തൊട്ടാണ്, അതായത് നമ്മള് ഭർത്താവ് ഇട്ടിട്ട് പോയില്ലേ, ആ സമയം തൊട്ടാണ് നന്നായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. ഓരോ കാര്യത്തിലും കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്ന് പറയുന്നത്. അതായത് ഒരുപാട് എന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ. അതായത് ഓടിച്ചാടി കയറണം എന്നല്ല പറയാം, പതുക്കെ കയറിയാലും മതി. പതുക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ അത്രയും കൊഴുപ്പ് ഫാറ്റൊന്നും നമ്മുടെ ദേഹത്ത് അടിയാതെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വണ്ണം കുറഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ രാത്രിയിലെ ഫുഡ്, അതായത് രാത്രിയിൽ ഞാൻ വളരെ കുറച്ചാണ് ചോറ്. നമ്മൾ രാത്രി അങ്ങനെ കണ്ടമാനം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. നമ്മുടെ എല്ലാ അവയവങ്ങളും റെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ് രാത്രി എന്ന് പറഞ്ഞാൽ. ആ രാത്രിയും കൂടെ അത് കിടന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൂടുതലും ഒന്നും എന്താ പറയാ അതൊരു വേസ്റ്റ് ആയിട്ടാണ് അത് ഉണ്ടാവുന്നത്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ സൂംബ ചെയ്യുമായിരുന്നു. അതായത് നമ്മള് യൂട്യൂബിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ യൂട്യൂബിൽ തന്നെ സൂംബ പ്രാക്ടീസ് കണ്ടിട്ട് അതനുസരിച്ച് ഞാനും ഇരുന്ന് ചെയ്യുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ മടുപ്പായി പോയി. ഇപ്പൊ എക്സസൈസ് ചെയ്യലും സൂംബ ചെയ്യലൊക്കെ നമുക്ക് ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. നമ്മൾ എന്നാലും നമുക്ക് ഉണ്ടാകുന്ന പിന്നെ നമ്മുടെ ബോഡിയുടെ വണ്ണം കുറഞ്ഞാലും പിന്നെ ഉണ്ടാകുന്ന 2 പ്രശ്നമാണ് ഈ മുഖത്തിന്റെ വണ്ണവും നമ്മുടെ പ്രസവശേഷം ഉണ്ടാകുന്ന വയറും. എനിക്ക് ആ ഇങ്ങനെ മുറുക്കി കെട്ടുമ്പോൾ എന്തോ ശ്വാസം മുട്ടൽ പോലെ എന്തോ ഈ തൊണ്ടയിൽ കൂടെ കയറി വരുന്ന ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് മുറുക്കി കെട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് വയറും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇതുമായിട്ട് പറഞ്ഞാൽ എനിക്ക് ടോട്ടലി മിക്സ് ആയിപ്പോ. ഞാൻ പിന്നെ വണ്ണം കുറെ ഒരു ഡ്രിങ്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്, ഇപ്പൊ നമ്മള് സാധാരണ ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ലോലി ആയിട്ടായിരിക്കും നമ്മൾ വണ്ണം കുറയുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചപ്പോൾ പെട്ടെന്ന്, അതായത് രാവിലെ കുടിച്ചു രാത്രിയും കുടിച്ചു. രാവിലെ കുടിച്ചത് വേറെ ഡ്രിങ്കാണ്, രാത്രി കുടിച്ചത് വേറെ ഡ്രിങ്കാണ്.
പെട്ടെന്ന് നമുക്ക് എക്സ്ട്രീംലി നമ്മൾ അങ്ങോട്ട് ഒരു ചുക്കെന്ന് പറഞ്ഞ് നമ്മൾ വണ്ണം കുറയില്ലേ, അങ്ങനെ ചെയ്തത് ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. അപ്പോൾ ആ ഡ്രിങ്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിലും താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെ കുടിക്കണം എന്നുള്ള വീഡിയോ ചെയ്തുതരാം. അപ്പൊ ഇത്രയാണ് എന്റെ എന്താ പറയാ, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഫുഡ് കൺട്രോൾ ചെയ്തില്ല. ചോറ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു, എങ്കിൽ കൂടി എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പൊ ബിരിയാണി ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. മീൻ വറുത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുമുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങോട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാതെ തന്നെ നമുക്ക് വെയിറ്റ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ സ്റ്റോറീസ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കുറെ നടക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ നടക്കുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. രാവിലെയും രാത്രിയും, അതായത് നമ്മൾ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ട്, അത് കുടിക്കുക. എക്സസൈസ് ചെയ്യാതെ ഡയറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വണ്ണം കുറച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.